കളയും വിളയും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഒരുപോലെ വളർന്നു വന്നിരിക്കുന്ന സാഹചര്യം. ഇതിലേതാണ് കളയെന്ന് പറഞ്ഞ് പറിച്ച് കളയാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ നോക്കിയാൽ ഈശോ വചനത്തിലൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ജാഗരൂകതയോടുകൂടെ ജീവിക്കണമെന്ന്. നമ്മുടെ ജീവിതമാകുന്ന വയലിൽ ശത്രുക്കൾ വന്ന് കള വിതച്ചിട്ട് പോകുന്നു. ഗോതമ്പ് കൃഷിക്കിടയിലാണ് ഈ പണി പറ്റിച്ചിരിക്കുന്നത്. ഇനി ഈ കള എങ്ങനെ പറിച്ചു കളയും? അത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മുടെ ചെറുപ്പനാളിൽ നമുക്കുണ്ടായ നല്ല ഗുണങ്ങൾക്കിടയിൽ എവിടെയൊക്കെയോ കൊച്ചു കൊച്ചു കളകൾ മുളച്ചു പൊന്തി. ഇന്ന് ഗുണങ്ങളെക്കാൾ അധികമായിട്ട് കളകൾ ഇന്ന് വളർന്നു നിൽക്കുന്ന സാഹചര്യം. നമുക്ക് ആഗ്രഹമുണ്ട്, പലപ്പോഴും നമുക്ക് അതിനെയൊക്കെ ഒന്ന് പിഴുതു കളയണം എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിട്ടും, പക്ഷേ ഇന്നും ഫലം നൽകുന്നതിനേക്കാൾ ഉപരിയായിട്ട് കളകൾ ഇങ്ങനെ വളർന്ന് തഴച്ചു നിൽക്കുന്നു. ഈശോ ഇന്ന് അന്ത്യവിധിയെക്കുറിച്ച് സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് നല്ലതാണ്, ഒന്ന് തിരിച്ചറിയേണ്ടത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മയാണോ അതോ തിന്മയാണോ കൂടുതലായിട്ട് തഴച്ചു നിൽക്കുന്നത്? ഏതിനായിരിക്കും ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക? നന്മ വളരാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ കൊച്ചുനാളിലൊക്കെ ഒരുപാട് നന്മകളുണ്ടായി, എവിടെയൊക്കെയോ ഈ കളകളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു പറ്റി. ആ കളകൾ ഇന്ന് തഴച്ചു വളർന്നപ്പോൾ നന്മയുടെ ഭാഗം നമ്മിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. നന്മയേക്കാൾ കൂടുതലായിട്ട് കളകൾ വളർന്നിരിക്കുന്ന സാഹചര്യം. സ്നേഹമുള്ളവരെ, പിഴുതു മാറ്റാം നമുക്ക് നമ്മുടെ കളകളെ, നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മുടെ സ്വഭാവങ്ങളെ, ദേഷ്യപ്പെടുന്ന, വിമർശിക്കുന്ന, കുറ്റം പറയുന്ന അത്തരം കളകളെയൊക്കെ ഒന്ന് പിഴുതു മാറ്റിയാൽ നമ്മുടെ ജീവിതം കുറേയും കൂടിയും ഫലഭൂയിഷ്ടമായിട്ടുള്ള വിളഭൂമിയായിട്ട് മാറും. ദൈവം അനുഗ്രഹിക്കട്ടെ.